നമസ്കാരം, ഞാൻ സുനിൽ സുന്ദർ. ഗുരുവര എന്ന എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നൊരു വിഷയം, നമുക്ക് വാസ്തുദോഷം. അത് ഒട്ടുമിക്ക ആൾക്കാരും 100-95 പേരും വളരെ കാര്യമായി നോക്കുന്ന ഒരു വിഷയമാണത്. അത് ജാതി മതഭേദമന്യേ എല്ലാവരും നോക്കുന്നുണ്ട്. കാരണം ഇതൊരു മന്ത്രമോ തന്ത്രമോ അല്ല, ഇതൊരു ശാസ്ത്രമാണ്. ഒരു ശാസ്ത്രം. അന്തരീക്ഷത്തിൽ നിന്നുള്ള ഊർജം, അത് വെട്ടമായാലും അതുപോലെ ചൂടായാലും നമ്മുടെ വീടിനുള്ളിലേക്കും കടന്നു വരണം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല പോസിറ്റീവായി ഇരിക്കാൻ സാധിക്കുള്ളൂ. അതിനുള്ള ശാസ്ത്രമാണ്. അത് എങ്ങനെയൊക്കെ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരാം, അതിനുള്ള വഴികൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് ഈ വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ചോദ്യം, വാസ്തുശാസ്ത്രം നോക്കി വീട് വെച്ചിട്ടും ആ വീടിനുള്ളിൽ നമുക്കൊരു സന്തോഷം കിട്ടുന്നില്ല, സമാധാനം കിട്ടുന്നില്ല, ഐശ്വര്യം, ഭാഗ്യങ്ങൾ കൈവരുന്നില്ല. അതെന്തുകൊണ്ടാണ്? അപ്പം അത് നമ്മൾ ഈ വാസ്തു മാത്രം നോക്കിയിട്ട് കാര്യമില്ല. അതിനെക്കുറിച്ച് ഞാൻ പറയാം. അതിനു മുമ്പ് ഒരു കാര്യം, നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. ഈ നമ്പറിലേക്ക് വിളിച്ചാൽ 1-2 ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് ബുക്ക് ചെയ്യുക. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമായാലും വാസ്തുപരമായാലും അതിനുള്ള മറുപടി ഞാൻ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം. അത് കേട്ടിട്ട് നേരിട്ട് വിളിക്കാം. അപ്പോൾ ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. നമ്മളൊരു വീട് വയ്ക്കുന്നു. മിക്ക ആൾക്കാർക്കും സംഭവിക്കുന്നതാണ്. ഒരു വീട് വെച്ചു, വാസ്തുവൊക്കെ കൃത്യമായി പരിശോധിച്ചു, വീട് വെച്ച് കഴിഞ്ഞു, താമസമാക്കി, ആ വീടിനുള്ളിൽ ഇരിക്കുമ്പോൾ നല്ല പോസിറ്റീവ് എനർജി ഉണ്ട്. പക്ഷേ എന്നിട്ടും നമുക്ക് ആ വീട്ടിൽ വന്നതിന് ശേഷം നിത്യ ദുഃഖം, ദുരിതം, ദാരിദ്ര്യം, രോഗങ്ങൾ, പരസ്പരം ശത്രുതകൾ, നന്നായി മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ആ വീട്ടിൽ വന്നതിന് ശേഷം നമ്മുടെ സാമ്പത്തിക വരുമാനം പോലും നശിച്ചു പോയി. എത്ര രൂപ വന്നാലും കയ്യിൽ നിൽക്കില്ല. പരസ്പരം ശത്രുതകൾ, അച്ഛനും മക്കളും, അമ്മയും മക്കളും, ഭാര്യയും ഭർത്താവും തമ്മിൽ അടിയും പിടിയും, ഉള്ള തൊഴിൽ നഷ്ടപ്പെടുക, ഉള്ള ബിസിനസ് ആണെങ്കിൽ അതെല്ലാം നഷ്ടപ്പെട്ടു പോകുക, നന്നായി പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ പിന്നെ പഠിക്കാതാകുക, ലഹരിക്ക് അടിമപ്പെടുക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാകുന്നു. അതിനോടൊപ്പം രോഗങ്ങൾ, ചെറിയ നമുക്ക് സഹിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള രോഗങ്ങൾ ഉണ്ടായിരുന്നത് പിന്നീട് അത് മൂർച്ഛിക്കുന്ന അവസ്ഥയിലേക്ക്, തീർത്തും നമ്മൾ നമ്മൾ ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്ന കാരണങ്ങളുണ്ടാകുന്നു. പക്ഷേ വീട് ചെന്ന് നോക്കുമ്പോൾ യാതൊരു വിധമായ കുഴപ്പങ്ങളുമില്ല. വാസ്തു എന്ന് പറയുന്നതെല്ലാം വളരെ പക്കയായി ചെയ്തിരിക്കുന്നു. ഒരു കുഴപ്പങ്ങളും അതിനകത്ത് കാണാനില്ല. അപ്പോൾ പിന്നെ എന്താണ് ഇതിൻ്റെ പ്രശ്നം? പലരും ചോദിക്കുന്നതാണ്. അപ്പോൾ നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ, നമ്മളൊരു ഭൂമിയിൽ നമ്മളൊരു വീട് വയ്ക്കുന്നു, ഭൂമി വാങ്ങിച്ച് വീട് വയ്ക്കുന്നു, വീട് പക്കയായി വയ്ക്കുന്നു, ശരിയാണ്. പക്ഷേ അത് 2ാം സ്ഥാനമാണ് വാസ്തുവിന്. 1ാം സ്ഥാനമെന്ന് പറയുന്നത് നമ്മളുടെ ഭൂമിയുടെ പോസിറ്റീവ് എനർജി പരിശോധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഭൂമി എന്ന് പറയുന്നത് മൊത്തത്തിൽ പോസിറ്റീവ് തന്നെയാണ്. പക്ഷെ അത് നെഗറ്റീവായി മാറുന്ന ചില പ്രവൃത്തികൾ മനുഷ്യരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാറുണ്ട്. അങ്ങനെ ഉണ്ടായാൽ ഈ ഭൂമി, അതായത് നമ്മൾ വാങ്ങിക്കുന്ന ഭൂമി, അത് പോസിറ്റീവ് എനർജി ഇല്ലാണ്ട് ഫുൾ നെഗറ്റീവ് ആണെങ്കിൽ അവിടെ ഇനി എത്ര വാസ്തു കൃത്യമായി അനുസരിച്ചൊരു വീട് വെച്ചാലും അതിനുള്ളിൽ നമുക്ക് സന്തോഷമായി ജീവിക്കുവാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതിനാണ് നമ്മൾ ഭൂമിദോഷം എന്ന് പറയുന്നത്. അപ്പം ഭൂമിദോഷത്തിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൻ്റെ കാരണങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് ശ്മശാന ഭൂമിയോ, അപമൃത്യു സംഭവിച്ചു പോയിട്ടുള്ളവരെ അടക്കം ചെയ്ത ഭൂമിയോ, അല്ലെങ്കിൽ മരിച്ചുപോയ അടക്കം ചെയ്തവർക്ക് മോക്ഷപ്രാപ്തി കിട്ടാതിരിക്കുകയോ, അല്ലെങ്കിൽ ശത്രുദോഷങ്ങൾക്ക്, അതായത് ഏതെങ്കിലും ശത്രുക്കൾ ആ ഭൂമിയിൽ താമസിച്ചിരുന്നവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ദുഷ്കർമ്മങ്ങൾ ചെയ്താൽ ഭൂമിയിൽ കുഴിച്ചിടുകയൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് കാവുകളോ അതുപോലുള്ള ആൾത്തറകളോ ഒക്കെ നിലനിന്ന ഭൂമി, അത് വിധിയാമണ്ണം ആ ഭൂമിയിൽ നിന്നും അതിനൊന്നും മാറ്റാതെ അവിടെ വെച്ച് തന്നെ നശിപ്പിച്ച് കളയുന്ന ഭൂമി, അങ്ങനെയുള്ള ഭൂമിയിലൊന്നും താമസിക്കുന്നവർക്ക് ഒരു കാരണവശാലും നന്നായി മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അങ്ങനെയുള്ള ഭൂമി നമ്മൾ വാങ്ങിച്ചിട്ട് ആ ഭൂമിയിൽ വന്നിട്ട് വാസ്തുദോഷമെല്ലാം തീർത്തുകൊണ്ടൊരു വീട് വെച്ചാൽ പോലും നമുക്ക് സന്തോഷമായി ജീവിക്കാൻ സാധിക്കില്ല. അപ്പോൾ നമ്മളൊരു വീട് വയ്ക്കുന്നതിന് മുമ്പ് ആ വീട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഭൂമി, ആ ഭൂമിയിൽ ഭൂമി സംബന്ധമായി എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ എന്ന് കൃത്യമായി നമ്മൾ പരിശോധിക്കുക. ചില തറവാടുകൾ, പഴയ വർഷങ്ങൾ പഴക്കമുള്ള വീടൊക്കെ നിന്ന ഭൂമികളുണ്ട്. അതൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ട് പെട്ടെന്ന് ഇടിച്ചു പൊടിച്ചങ്ങ് കളഞ്ഞതിന് ശേഷം അടുത്ത ദിവസം നമ്മൾ മറ്റൊരു വീട് വെച്ച് തുടങ്ങും. അതുമൊക്കെ ദോഷമാണ്.
അപ്പോൾ വീട് വയ്ക്കുമ്പോൾ വാസ്തുദോഷം മാത്രം നമ്മൾ പരിശോധിച്ചിട്ട് കാര്യമില്ല, അത് രണ്ടാമതാണ് പരിശോധിക്കേണ്ടത്. ആദ്യം നമ്മൾ വാങ്ങിക്കുന്ന ഭൂമി അതൊരു മനുഷ്യവാസത്തിന് പറ്റുന്നതാണോ, അതായത് ഒരു വീട് വെച്ച് നമ്മുടെ വരുന്ന തലമുറയ്ക്കൊക്കെ സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള നല്ല പോസിറ്റീവ് എനർജി തരുന്ന ഭൂമിയാണോ എന്നുകൂടി നമ്മൾ അതിന് യുക്തമായ ആൾക്കാരെ കൊണ്ട് പരിശോധിപ്പിക്കുക എന്നുള്ളതാണ്. എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും, ഇത് ഹിന്ദുക്കൾ മാത്രമല്ല എല്ലാ മതവിഭാഗത്തിലുള്ളവരും ഇത് നോക്കുന്നുണ്ട്. അവർ രഹസ്യമായിട്ടാണെങ്കിലും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. പരിഹാരങ്ങളുണ്ട് ഇതിനെല്ലാം, അങ്ങനെ ദോഷമുണ്ടെങ്കിൽ പോലും പരിഹാരങ്ങളുണ്ട്. തുടക്കമാകുമ്പോൾ ചെറിയ രീതിയിൽ നമ്മൾ പരിഹാരങ്ങൾ ചെയ്താൽ മതി, നമുക്കതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഭൂമി ദോഷം നിലനിൽക്കുന്ന ഒരു ഭൂമിയിൽ നമ്മളൊരു വീട് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ നാശത്തിന് മാത്രമേ കാരണമാകൂ. അവിടെ ഇനി എത്ര ഈ പറഞ്ഞ കണക്ക് വാസ്തു പരിഹരിച്ചു കൊണ്ടൊരു വീട് വെച്ചാൽ പോലും നമുക്ക് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകില്ല. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, ഈ പഴയ വീടൊക്കെ നിൽക്കുന്ന പഴയ തറവാടോ അല്ലെങ്കിൽ പഴയ വർഷങ്ങൾ പഴക്കമുള്ള ജീർണിച്ച വീടൊക്കെ നിൽക്കുന്ന സ്ഥലത്തൊന്നും അങ്ങനെയുള്ള സ്ഥലം വാങ്ങിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതൊക്കെ വാങ്ങിച്ചാൽ പോലും നമ്മൾ വീടെല്ലാം ഇടിച്ചു പൊളിച്ച് കളഞ്ഞിട്ട് ചില ആൾക്കാർ അതിൻ്റെ ചില ഭാഗങ്ങൾ ഉപയോഗിക്കുക. ഒന്നും നമ്മൾ ഉപയോഗിക്കരുത്. തറമട്ടം നമ്മൾ അതിനെ പൊളിക്കുക, സാധനങ്ങളൊക്കെ നമ്മൾ വേറെ കൊടുക്കുക, ആർക്കെങ്കിലും കൊടുത്തതിന് ശേഷം മൊത്തം നമ്മൾ അതിൻ്റെ തറ കിളച്ച് മറിച്ചതിന് ശേഷം നവധാന്യം കിട്ടും. നവധാന്യം ആയുർവേദ കടകളിൽ അത് വാങ്ങിച്ച് അവിടെ എല്ലാം വിതറി അത് പൊടിക്കണം. ശരിക്കും പറഞ്ഞാൽ ഒരു 3-4 മാസമെങ്കിലും നമ്മൾ ആ ഭൂമി ഈ നവധാന്യമൊക്കെ വിതറി അങ്ങനെ ഈ നവധാന്യം കിളിച്ച് എന്തെങ്കിലും പുല്ലുകളോ ചെടികളോ വളരാനുള്ള അല്ലെങ്കിൽ പയറുവർഗ്ഗങ്ങളൊക്കെ നമുക്ക് വിതറി അതൊക്കെ ഭൂമിയിൽ നന്നായിട്ട് പൊടിച്ചു വരാനുള്ള സമയം നമ്മൾ കൊടുക്കുക. കാര്യം വെച്ചാൽ ഈ ഭൂമിയിലേക്ക് പയറുവർഗ്ഗങ്ങളൊക്കെ നടക്കുമ്പോൾ നല്ല ഓക്സിജൻ്റെ ഒരു സഞ്ചാരം, ഒരു പ്രവാഹം ഈ ഭൂമിയിലേക്ക് ഉണ്ടാകും. അങ്ങനെ ഈ ഭൂമി നമ്മൾ പോസിറ്റീവാക്കി എടുത്തതിന് ശേഷം വേണം പുതിയ വീടൊക്കെ വെച്ച് താമസിക്കാനായിട്ട്. അപ്പോൾ ഒരു വീട് നമ്മളൊരു ഭൂമി വാങ്ങിച്ചൊരു വീട് വെക്കുമ്പോൾ വീട് വെക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഭൂമി ഒരുക്കുന്നതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഭൂമിയിലുള്ള ദോഷങ്ങൾ മാറ്റി ആ ഭൂമിയെ നല്ല ഓക്സിജൻ പ്രവാഹമൊക്കെ ഉണ്ടാക്കിയെടുത്ത് നമ്മളൊരു വാസ്തുദോഷമില്ലാതെ വീട് വെച്ചാൽ നമ്മുടെ വീടെന്ന സ്വപ്നം, ആ സ്വപ്ന മന്ദിരത്തിൽ ഐശ്വര്യത്തോടുകൂടി സന്തോഷത്തോടും സമാധാനത്തോടും ഐക്യത്തോടും കൂടി ജീവിക്കുവാൻ സാധിക്കും. ഞാനീ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണോ അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചോളൂ. 1-2 ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് നേരിട്ട് വിളിക്കുകയും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുദോഷമോ ഭൂമിദോഷമോ അതുപോലുള്ള മറ്റെന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ ഞങ്ങൾ നേരിട്ട് അവിടെ വന്നാൽ മാത്രമേ പൂർണ്ണമായും കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ നമ്പർ വിളിച്ചോളൂ. അതിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്നിട്ട് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും ചെയ്തു തരാം. നിങ്ങൾക്ക് ജ്യോതിഷം ഓൺലൈൻ വഴി അല്ലാതെ നേരിട്ട് വന്നാൽ അറിയാൻ സാധിക്കും. അതിന് നിങ്ങൾ തിരുവനന്തപുരത്താണ് വരേണ്ടത്. അങ്ങനെ വരുന്നവർ ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക. ഇതെൻ്റെ ഓഫീസ് ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഇത് എല്ലാ ദിവസവും രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5:30 മണിക്കുള്ളിൽ നിങ്ങൾക്ക് ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം. നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണാം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.